ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഹദീസ് പാഠത്തിലെ 12ാമത്തെ ഹദീസാണ് നമ്മളിന്ന് എടുക്കുന്നത്. വലതിനെ മുന്തിക്കുക. അൻ ആയിഷത കാലത്ത് കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅജിബുഹു തയമ്മുന ഫി തനഉലിഹി വതറജുലിഹി വതുഹൂരിഹി ഫി ശഅനി കുല്ലിഹി. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധീകരണത്തിലും മുടി ചീകുന്നതിലും ചെരുപ്പ് ധരിക്കുന്നതിലുമെല്ലാം വലതിനെ മുന്തിക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഇത് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും അടുത്ത് കണ്ട മഹദി എന്ന നിലക്ക് അവർ പറയുന്ന വിഷയത്തിൻ്റെ ആധികാരികത എത്രത്തോളം ഉണ്ടാകുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വലതിനെ മുന്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എല്ലാ മേഖലകളിലും മാതൃകയാണ്. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ വലതിനെ മുന്തിച്ച് നമുക്ക് മാതൃക കാണിച്ചു തന്നു. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഈ ഹദീസ്. ഒരു പ്രവൃത്തിയിൽ വലതിനെ മുന്തിക്കുക എന്നത് ഇസ്ലാമിൽ പുണ്യകരമാണ്. ഇത് നിർബന്ധ സ്വരത്തിലും ഐച്ഛികമെന്ന നിലയിലും വന്നിട്ടുണ്ട്. നിർബന്ധ സ്വരത്തിൽ പഠിക്കപ്പെട്ടത് പ്രകാരം കൃത്യമായി ചെയ്യുകയും അതിൽ വീഴ്ച വരുത്താതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. ഭക്ഷണം കഴിക്കുമ്പോൾ ഇദാ അകല അഹദുക്കും ഫല്യകുൽ ബിയമീനിഹി വഇദാ ശരിബ ഫല്യശ്റബ് ബിയമീനിഹി ഇന്ന ശൈത്താന യഅകുലു ബിശിമാലിഹി വയശ്റബു ബിശിമാലിഹി. ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒരാൾ ഭക്ഷിക്കുകയാണെങ്കിൽ തൻ്റെ വലതു കൈകൊണ്ട് ഭക്ഷിക്കുകയും കുടിക്കുകയാണെങ്കിൽ വലതു കൈകൊണ്ട് കുടിക്കുകയും ചെയ്യട്ടെ. നിശ്ചയമായും ശൈത്താനാണ് തൻ്റെ ഇടത് കൈകൊണ്ട് ഭക്ഷിക്കുകയും ഇടത് കൈകൊണ്ട് കുടിക്കുകയും ചെയ്യുന്നത്. വലത് കൈകൊണ്ട് ഭക്ഷിക്കുന്ന പല മുസ്ലിങ്ങളും ഇടത് കൈ ഉപയോഗിച്ച് കുടിക്കുന്നത് കാണാറുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് എതിരെ പ്രവർത്തിക്കലാണ്. അൻ സലമത്ത് ഇബ്നു അക്വഇൻ റളിയല്ലാഹു അൻഹു അന്ന റജുലൻ അകല ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിശിമാലിഹി ഫഖാല കുൽ ബിയമീനിക ഖാല ലാ അസ്തതിഅ ഖാല ലസ്തതഅത വമാ മനഅഹു ഇല്ലൽ കിബർ ഖാല ഫമാ റഫഅഹ ഇല്ലാ ഫീഹി. സലമ ഇബ്നു അക്വഅ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നിശ്ചയം ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വെച്ച് ഇടത് കൈ കൊണ്ട് ഭക്ഷിച്ചു. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് നിർദ്ദേശിച്ചു, നിൻ്റെ വലത് കൈ കൊണ്ട് നീ തിന്നുക. അയാൾ പറഞ്ഞു, എനിക്കതിന് കഴിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ നിനക്കൊരിക്കലും കഴിയാതിരിക്കട്ടെ. അഹങ്കാരം മാത്രമായിരുന്നു അവനെ അതിൽ നിന്നും തടഞ്ഞു നിർത്തിയത്. റാവി പറയുന്നു, പിന്നീട് ഒരിക്കലും ആ വലതു കൈ തൻ്റെ വായിലേക്ക് ഉയർത്താൻ അവന് സാധിച്ചിട്ടില്ല. ചെരുപ്പ് ധരിക്കുമ്പോൾ വലതിനെ മുന്തിക്കൽ ഐച്ഛികമെന്ന നിലയിൽ പഠിപ്പിക്കപ്പെട്ടതും സത്യവിശ്വാസികൾ ഗൗരവത്തിൽ കാണേണ്ടതുമാണ്, ജീവിതത്തിൽ പകർത്തേണ്ടതുമാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദൻ തഅല അഹദുക്കും ഫല്യബ്ദഅ ബിൽ യമീൻ വഇദാ നസഅ ഫല്യബ്ദഅ ബിശ്ശിമാൽ ലിതകുൻ യംന അവ്വലഹുമാ വതുൻഅലു വആഖിറഹുമാ തുൻസഉ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലതുകാലിൽ ധരിക്കുക. ഊരുമ്പോൾ ഇടതുകാൽ അഴിച്ചാണ് തുടങ്ങേണ്ടത്. ആദ്യം ഇടത്തേക്കൂരുക. ആദ്യം ധരിക്കുന്നതും അവസാനം അഴിക്കുന്നതും വലതുകാലാവട്ടെ. സഫിൽ വലതുഭാഗത്ത് ഇരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അൻ ആയിഷത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലാ മയാമിനി സുഫൂഫ്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം അല്ലാഹു സുഫുകളിൽ വലതുഭാഗത്തുള്ളവരുടെ മേൽ അനുഗ്രഹം ചൊരിയുന്നു. മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ കാര്യത്തിലും അങ്ങനെയുണ്ട്. ദിക്ർ ചൊല്ലുമ്പോൾ അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഖാല റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅഖിദു തസ്ബീഹ് ഖാല ഇബ്നു ഖുദാമ ബിയമീനിഹി. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റുകൾ ചൊല്ലുമ്പോൾ എണ്ണം പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇബ്നു ഖുദാമ റഹ്മഹുല്ലാഹ് പറഞ്ഞു, വലത് കൈകൊണ്ട് വലത് ഭാഗം ചേർന്ന് കിടക്കുക. അൻ ബറ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അതൈത മൽജഅക ഫതവല്ല വുളുഅക ലിസ്സലാ സുമ്മ ൽതുജിഅ അലാ ശിഖ്ഖികൽ അയ്മൻ
ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു നിവേദനം, അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തങ്ങൾ രാത്രി കിടക്കുവാനായി വന്നാൽ നമസ്കാരത്തിന് വുളു ചെയ്യുന്നത് പോലെ വുളു ചെയ്യുക. ശേഷം താങ്കളുടെ വലതുഭാഗം ചേർന്ന് കിടക്കുക. വലതു കൈകൊണ്ട് കവിളിന് താഴെ വെക്കുക. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദ അൻ യനാമ വദഅ യദഹു തഹ്ത ഖദ്ദിഹി അൽ ഐമൻ. റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ കിടക്കുമ്പോൾ അവിടുന്ന് വലത് കൈ തൻ്റെ വലത് കവിളിന് താഴെ വെച്ചിരുന്നു. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ അൻ ഉമ്മി അത്തിയ്യ ഖാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹുന്ന ഉസ്ലി ഇബ്നതിഹി വബ്ദ ബിമയാമിനിഹ വമവാദിഉൽ വുളൂഉ മിൻഹ. മുഅത്തിയ റളിയല്ലാഹു അൻഹയുടെ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളെ മയ്യത്ത് കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് അവരോട് പറഞ്ഞു, അവളുടെ വലതുഭാഗവും വുളൂവിൻ്റെ സ്ഥലങ്ങളും കൊണ്ട് നിങ്ങൾ ആരംഭിക്കുവിൻ. ഭക്ഷണത്തിന് വിളിക്കുമ്പോൾ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഊതിയ ബിലബനിൻ ഖദ് ശീബ ബിമാഇൻ വഅൻ യമീനിഹി അഅറാബി വഅൻ ശിമാലിഹി അബൂബക്കർ വശരിബ തുമ്മ അഅ്തൽ അഅറാബി ഖാല അൽ ഐമൻ അൽ ഐമൻ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പാൽ കൊണ്ടുവരപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലതുഭാഗത്തൊരു ഗ്രാമീണനും ഇടതുഭാഗത്ത് അബൂബക്കറും ആണുണ്ടായിരുന്നത്. അത് കുടിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്രാമീണന് നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലതിന് മുൻഗണന. വസ്ത്രം ധരിക്കുമ്പോൾ അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ലബിസ്തും ഇദാ തവല്ലഅ്തും ഫബ്ദഉ ബി അയാമിനിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വസ്ത്രം ധരിക്കുമ്പോൾ വുളു ചെയ്യുമ്പോഴും വലതുഭാഗത്തു നിന്ന് ആരംഭിക്കേണ്ടതാണ്. വലിയ അശുദ്ധിക്ക് കുളിക്കുമ്പോൾ പോലും വലതുഭാഗം ശ്രദ്ധിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അൻ ആയിഷത ഖാലത്ത് കുന്ന ഇദാ അസബത ഇഹ്ദാനാ ജനാബത്തുൻ വഅഖദ ബിയദൈഹാ തലാസൻ ഫൗക റഅസിഹാ ثم تأخذ بيدها على شقك الأيمن وبيدها الأخرى على شقها الأيسر. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം, അവർ പറയുന്നു, ഞങ്ങളിൽ ജനാബത്തുണ്ടായാൽ 2 കൈകൾ കൊണ്ടും വെള്ളം കോരിയെടുത്ത് 3 പ്രാവശ്യം തലയിലൊഴിക്കും. ശേഷം വെള്ളമെടുത്ത് വലതുഭാഗത്തൊഴിക്കും. വലതിനെ മുന്തിക്കാൻ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിലും പൊതുവായി ഏതൊരു പ്രവൃത്തിയിലും വലതിനെ മുന്തിക്കൽ പുണ്യകരമാണ്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅ്ജിബുഹു തയമ്മുനു ഫി തനഉലിഹി വതറജുലിഹി വതുഹൂരിഹി വഫി ശഅനി കുല്ലിഹി. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ് ധരിക്കുന്നതിലും മുടി ചീകുന്നതിലും ശുദ്ധീകരണത്തിലും തൻ്റെ മുഴുവൻ കാര്യങ്ങളിലും വലതിനെ മുന്തിക്കുവാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ഇമാം നവവി റഹ്മത്തുള്ളാഹി പറയുന്നു, ആദരണീയവും അലങ്കൃതവുമായ കാര്യങ്ങളിലെല്ലാം വലതിനാൽ ആരംഭിക്കുകയെന്നതും ഇതിന് വിപരീതമായവയിൽ ഇടതിനെ മുന്തിക്കുകയെന്നതും മതത്തിൽ തുടർന്നു പോരുന്ന ഒരു പൊതുതത്വമാണെന്ന്. ഇത് മനസ്സിലാക്കി കൃത്യമായി വലതിനെ മുന്തിക്കാൻ ശ്രദ്ധിക്കണമെന്നുണർത്തുന്നു. അള്ളാഹു അതിന് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.